ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് താക്കോൽ ഓൺ ആക്കി കഴിഞ്ഞാൽ മീറ്ററിനകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതായത് ബാറ്ററി ലൈൻ ഉണ്ടായില്ല. പിന്നെ അതൊരു കംപ്ലൈൻറ്റ്. കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല. അപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗൊക്കെ അഴിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ പ്ലഗിലും കറണ്ട് വന്നില്ല. അപ്പോൾ നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ, പ്ലഗിൽ കറണ്ട് വരാത്തതിൻ്റെ കംപ്ലൈൻറ്റ് ഈ CDI യൂണിറ്റിൻ്റെ ഈ സോക്കറ്റൊക്കെ ലൂസായിട്ട് ജസ്റ്റ് നമുക്ക് അതൊന്ന് ടൈറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കീ സെറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് കാണിച്ചാൽ നമുക്ക് ഈ കീ സെറ്റ് മാറ്റി കളയേണ്ടി വരും കേട്ടോ. നിലവിൽ ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഈ CD യൂണിറ്റിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ടും വരും. ഈ വയർ ലൂസായേക്കണ കംപ്ലൈൻറ്റും കൊണ്ടും വയറിൻ്റെ കോൺടാക്റ്റിന് ചെറിയ ക്ലാവ് പിടിച്ചാലും സെയിം കംപ്ലൈൻറ്റ് നമുക്ക് കാണിക്കാം. അപ്പോൾ നിലവിൽ കോൺടാക്റ്റ് ക്ലാവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ജാമ്പർ വയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും കാണിക്കുകയാണെങ്കിൽ ഈ യൂണിറ്റ്, അതായത് CDA എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇനി കാണിക്കുകയാണെങ്കിൽ വന്ന കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കേണ്ടി വരും കേട്ടോ. കീ സെറ്റും തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാണ്. കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാറ്റേണ്ടി വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്യൂസ് ഒരെണ്ണം മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇരിക്കണ ബാറ്ററി 2021 മോഡൽ ബാറ്ററിയാണ്. ഞാൻ ആ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആംറോണിൻ്റെ ബാറ്ററി 2021 അതിൻ്റെ ഇയർ കാണിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13.11 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 13 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ ബാറ്ററിക്ക് നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ വോൾട്ട് ഉണ്ടെങ്കിലും കറക്റ്റ് ആംബിയർ ബാറ്ററിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു പ്രോബ്ലമൊക്കെ ഉണ്ടാവും. ഇപ്പം നിലവിൽ വർക്കിംഗ് ആണ്. സെൽഫൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് അതൊരു കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സെൽഫ് എടുക്കാത്ത കംപ്ലൈൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക ഓൾറെഡി ബാറ്ററിയുടെ ആണ് പ്രശ്നമുള്ളത്. വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യം ആംബിയർ ഉണ്ടെങ്കിലാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ കണ്ട കംപ്ലൈൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.